പണിയെടുത്താൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം, അല്ലാതെ കൂലി ചോദിച്ചാൽ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണ്ടായിസമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ശമ്പളം ചോദിച്ചതിന് യുവതിക്കും ഭർത്താവിനും നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. തോട്ടമുടമയും സൂപ്പർവൈസറും ചേർന്ന് യുവതിയെ വധിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. വണ്ടിപ്പെരിയാർ സ്വദേശി അനീഷയും ഭർത്താവും പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. റിസോർട്ട് നടത്തിപ്പുകാരനായ തോട്ടമുടമയുടെ ചില അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും ഭർത്താവിനും തനിക്കും ലഭിക്കാനുള്ള ശമ്പളം ചോദിച്ചതിനാണ് തന്നെ ആക്രമിച്ചതെന്നും അനീഷ ആരോപിക്കുന്നു. വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. അവിടെ പുള്ളിക്കാരൻ ആനക്കൊമ്പ് അകത്തുനിന്ന് രക്ഷപ്പെട്ട് ആനക്കൊമ്പ് കേസിലൊക്കെ പിടിച്ച ആൾ. അപ്പോൾ അന്നേരമാണ് ഈ തോക്കും മാൻ്റെ കൊമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത്. അത് ഞാനാണ് ക്ലീൻ ചെയ്തുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഇവർ ചാക്കിൻ്റെ അകത്ത് കയറ്റി മാറ്റി. അതിൽ പിന്നെ ഞങ്ങളെ അവിടെ നിർത്താൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ തരാം, ഞങ്ങൾ പണിത പൈസ തരത്തില്ല. ബിനോയ് മാത്യുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പൈസ ചേട്ടാ കുറേച്ചേ താ, ഞങ്ങൾക്ക് എൻ്റെ കൊച്ചു ഫീസ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ വീട്ടിൽ ഇരിക്കുക. അന്നേരം ഇവൻ പുള്ളിക്കാരൻ എൻ്റെ കടക്ക് ഇപ്പം തന്നെ തീർത്തേക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് വടിവാളെടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ അകത്ത് അടുത്ത് നിന്നവരെല്ലാം പിടിച്ച് മാറ്റിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്നെ തള്ളിയിട്ടിട്ട് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. റിസോർട്ടിൽ തോക്കും മാനിന്റെ കൊമ്പും കണ്ടതായി ഇവർ പറയുന്നു. തുടർന്ന് ഇവിടെ ജോലിക്ക് പോകുന്നത് പന്തിയല്ലെന്ന് കരുതി ഇരുവരും ജോലി അവസാനിപ്പിച്ചു. എന്നാൽ ലഭിക്കാനുള്ള ബാക്കി ശമ്പളം ചോദിച്ചതോടെ ഉടമ ഭീഷണിപ്പെടുത്തി. തോട്ടത്തിലെ സൂപ്പർവൈസറെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇവർ ശമ്പളം ചോദിച്ചു. തുടർന്ന് വാഹനത്തിലിരുന്ന വടിവാളെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതായും നാട്ടുകാർ ഓടിക്കൂടിയതോടെ വഴിയിലേക്ക് തള്ളിയിട്ട ശേഷം വാഹനം ശരീരത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതായും അനീഷ പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇവർ വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് അനീഷയുടെ ഭർത്താവ് അനിൽ ആരോപിച്ചു. രാവിലെ വണ്ടി ജീപ്പ് തട്ടിപ്പിടിക്കാൻ പെണ്ണുമ്പിള അവിടെ പോയി സംസാരിക്കുമായിരുന്നു. പൈസ മാത്രമേ ചോദിച്ചുള്ളൂ. ഉടനെ വെള്ളിയോട്ട എൻ്റെ പെണ്ണുമ്പിടെ പങ്ങൊക്കെ ഞാൻ മാറിയിരിക്കായിരുന്നു. ഉടനെ അവർ വടിവാളെടുത്താൽ വെട്ടാൻ വന്നു. ജീപ്പ് തട്ടിയിട്ട് പെണ്ണുമ്പിളെ എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്ക് രണ്ടാ പെണ്ണുമ്പിടെ പങ്ങൊക്കെ പിടിക്കാൻ തള്ളിക്കളയായിരുന്നു. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ചു വരുന്നതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി.